ഇപ്പോൾ വൺ പീസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുവരെ വാനവാർക്കിൽ എത്തിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. കാരണം ഇതിലെ മലയാളം ഡബിംഗ് നിങ്ങളുടെ മൂഡ് സ്പോയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്ത പ്രോഗ്രാം ന്യൂസ് ഷോ വൺ പീസ് നിങ്ങളുടെ കാർട്ടൂൺ നെറ്റ്വർക്കിൽ മാത്രം. പുതിയ സഹോദര എന്നെയാണോ ഇത്? നീ ചെയ്ത പണിയാണോ ഇത്? നീയാണോ ചെയ്തതെന്നാ ചോദിച്ചേ? മുതലാളി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ശരിക്കും വളരെ നന്നായിട്ടുണ്ട്. ചോരയുടെ മണം വരുന്ന പെർഫ്യൂംസ് ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. ആ സെന്റിന്റെ മണം എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെന്റെ വയറിളക്കുന്നുണ്ട്. അവൻ കത്തിയുടെ സഹായമില്ലാതെ സീക്രട്ട് ടെക്നിക് വെളിപ്പെടുത്താൻ കഴിയൂ. ലൂഫി ഓട്ടാമ എന്നൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. സ്ത്രീയോ? പിന്നല്ലാണ്ട് പുരുഷനാ? ഒരു മൃഗത്തിന്റെ കയ്യില് കത്തിയോ? തീർച്ചയായിട്ടും നമ്മൾ വാണനാട്ടിൽ തന്നെ ഉള്ള. തീർച്ചയായിട്ടും നമ്മൾ വാണനാട്ടിൽ തന്നെ ഉള്ള. സംശയമേ ഇല്ല. യേശുവിനും ലൂഫിക്കുമുണ്ടായ അടുപ്പം കൊണ്ട് വാനനഗരത്തിന്റെ നിറമാകെ മാറി. യേശു ആ നാട് രക്ഷിക്കുമെന്ന് ഓട്ടോമയ്ക്ക് വാക്ക് നൽകി. യേശുവിന്റെ പുതിയ കഴിവുകൾ വെളിപ്പെടുന്നു. ഇവിടെ നിന്ന് കിട്ടിയ ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ടതിന് ശേഷം ബന്ധിതനായിരുന്ന സ്വയം മോചിതനായി. അവൻ ഞങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ കരുതി. നന്നായി വയറ് നിറയെ ഭക്ഷണം കഴിച്ചോ? ആക്രമിക്കോ! തീയൻ ചുഴലി ആക്രമണം! 3 മടങ്ങ് വേഗത്തിൽ മിന്നലാക്രമണം! ദൂരം വഴിയല്ലാണ് ഈ സാധനം കൂട്ടിക്കെട്ടിട്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യരുത്. പെരുമ്പേര് കേട്ടിട്ടിരിക്കണം. കാരണം വലിയ ഗുഡ് വില്ലുണ്ടായിരുന്നതാണ്. സകല ഗുഡ് വില്ലും പോയി. പോട്ടെ. ആക്രമണം! ഇന്ന് പിടിച്ചോ! പാമ്പുകളുടെ രാജകുമാരി. എങ്ങനെ ഇരിക്കണം? കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ട്. ഓട്ടിച്ചിട്ട് പണ കോണി ജോലി. കോഴി കേട്ടിട്ടുണ്ടല്ലോ, അതിനേക്കാളും പണലാണ് സൂര്യഭഗവാൻ. നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ.